രാഷ്ട്രീയ രംഗത്ത് സാംസ്കാരിക രംഗത്ത് ബുദ്ധിയുള്ള ജനങ്ങള് ആ വർഗം ഇന്ന് കൂടുതൽ BJP-യുടെ കൂടെയാണ്. ഈ ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ കോൺഗ്രസ് പാർട്ടി ഇല്ലാതെയായി പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയല്ല, അത് കേവലം കുടുംബ പാർട്ടിയാണ്. കുടുംബ പാർട്ടിയിൽ ഒരിക്കലും ജനാധിപത്യം ഉണ്ടാവില്ല. ഈ കേന്ദ്രം എന്ന് പറയുന്നതായിട്ട് ഹൈക്കമാൻഡ് എന്ന് ഇപ്പൊ പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ആരുവരെ നിർദ്ദേശിക്കാം? രാഷ്ട്രീയ പാഠവുമുള്ള അല്ലെങ്കിൽ അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള നേതാക്കന്മാർ കോൺഗ്രസിനകത്തുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങളെ സംബന്ധിക്കുന്ന പരിജ്ഞാനമില്ല. രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്ന കാര്യത്തിൽ BJP-യാണ് ഒരുപടി മുന്നില്. ഇപ്പോൾ നമ്മൾ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ, പൂർണ്ണമായും കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ, കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നിപ്പോൾ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുകയാണ് കേരളത്തിൽ. സ്വാഭാവികമായും ഈ ഒരു തവണ തിരിച്ച് അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഇനി ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ കോൺഗ്രസ് പാർട്ടി ഇല്ലാതെയായി പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പോലെ ഇടത് തന്നെ വീണ്ടും തുടർ ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ CPM പാർട്ടിയും കേരളത്തിൽ പൂർണ്ണമായും ഇല്ലാതെയാകുമെന്നുള്ളത്. അതുകൊണ്ടാണ് CPM-നെ അധികാരത്തിൽ കൊണ്ടുവരാൻ BJP-യുടെ ചില തന്ത്രങ്ങളുണ്ട്. അതിലൂടെ CPM-നെയും കോൺഗ്രസിനെയും ഒരുപോലെ കേരളത്തിൽ നിന്നും ഒഴിവാക്കാം എന്നുള്ള തന്ത്രമാണ് BJP ഉദ്ദേശിക്കുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾക്ക് പോലും ആക്കം കൂടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതിന് സാധ്യത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് സാംസ്കാരിക രംഗത്ത് ബുദ്ധിയുള്ള ജനങ്ങള് ആ വർഗം ഇന്ന് കൂടുതൽ BJP-യുടെ കൂടെയാണ്. രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്ന കാര്യത്തിൽ BJP-യാണ് ഒരുപടി മുന്നില്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു 3 വട്ടം ഭരണത്തിൽ നിന്ന് മാറിയുന്ന കോൺഗ്രസ് ഇല്ല. അതെ, തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസിന് ശാസ്ത്രീയ പിൻബലവും ഇല്ല, ഇതിനൊരു ജനാധിപത്യ സംവിധാനവും ഇല്ല. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയല്ല, അത് കേവലം കുടുംബ പാർട്ടിയാണ്. കുടുംബ പാർട്ടിയിൽ ഒരിക്കലും ജനാധിപത്യം ഉണ്ടാവില്ല. തെരഞ്ഞെടുക്കപ്പെടുന്ന പാർട്ടി പ്രസിഡന്റ് ഇല്ല. ഇപ്പൊ ഞാൻ പറയില്ല, കോൺഗ്രസിലെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവിന്റെ പേര് ഞാൻ പേര് പറയുന്നില്ല, ഒന്ന് പേര് ആലോചിച്ചുള്ളൂ. ഇയാൾ എന്തെങ്കിലും കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആവുമോ? ആവില്ല. ഒരിക്കലും കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ആവില്ല. മറിച്ച് പ്രധാനമന്ത്രി ആകണമെന്നുണ്ടെങ്കിൽ നെഹ്റു കുടുംബത്തിൽ ജനിക്കണം. പാർട്ടി പ്രസിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ അവർ ഏറാമോളിയായിട്ട് വരണം. വിവരം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. മറിച്ച് BJP സംബന്ധിച്ച് അങ്ങനെയല്ല. 45 വയസ്സുകാരന് ബീഹാറിൽ നിന്ന് BJP-യുടെ അധ്യക്ഷനാവാം. അവിടെ JP നദ്ദയ്ക്ക് ഹിമാചൽ പ്രദേശിൽ നിന്ന് വന്നിട്ട് അധ്യക്ഷനാവാം. കേരളത്തിലെ സാധാരണക്കാരൻ വേണമെങ്കിൽ അധ്യക്ഷനാവാം. ഇതിനൊക്കെ സാധ്യത BJP സംബന്ധിച്ചുണ്ട്. ജനാധിപത്യത്തിലുള്ള ആ പ്രസ്ഥാനത്തിന്റെ വിശ്വാസം അത്രത്തോളം അരക്കിട്ടുറപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അതില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കോൺഗ്രസും ജനാധിപത്യവും തമ്മിലുള്ള അകലം വളരെ വളരെ കൂടുതലാണ്. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയല്ല, ഒരിക്കലും ജനാധിപത്യത്തിൽ വിശ്വസിച്ചിട്ടില്ല. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അതിന് അദ്ദേഹം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു 1959 VK കൃഷ്ണമേനോട്. അങ്ങനെ റിപ്പോർട്ട് അദ്ദേഹം തന്നെ പറഞ്ഞ പ്രകാരം റിപ്പോർട്ട് എഴുതിയിട്ട് കൃഷ്ണമേനും കൊടുക്കുന്നു, അതിൻ്റെ പുറത്ത് മന്ത്രിസഭ പിരിച്ചുവിടുന്നു. ഈ തരം കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ സ്വഭാവമുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും രാജ്യത്തിനോട് താല്പര്യം പുലർത്താൻ വേണ്ടിയിട്ട്, ഒരിക്കലും നീതി പുലർത്താൻ വേണ്ടിയിട്ട് പ്രസ്ഥാനത്തിന് സാധ്യമല്ല. അത് ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് ഒരിക്കലും 2 or 3 വട്ടം ഭരണത്തിൽ നിന്ന് മാറിയെന്നാൽ കോൺഗ്രസിന് സ്വാഭാവികമായിട്ട് പതനമാണ്. തീർച്ചയായിട്ടും ആ പതനമാണ് കേരളത്തിലും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പതനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കുറവല്ലേ? കാരണം കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളായിക്കോട്ടെ, അവസാനം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഇതിലെല്ലാത്തിലും തന്നെയും കൃത്യമായി കോൺഗ്രസിന്റെ ഒരു ട്രെൻഡ് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് തരംഗം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേ തരംഗം തന്നെ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുകയാണെങ്കിൽ പൂർണ്ണ അധികാരത്തോടു കൂടി അല്ലെങ്കിൽ പഴയതിനേക്കാൾ സ്ട്രോങ് ആയി കോൺഗ്രസ് തിരിച്ചു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ. അതിന്റെ ഒരു പ്രശ്നം, ഇന്നും ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് ആണ് ജയിക്കുക. അടിയന്തരാവസ്ഥക്കാലത്ത് കോൺഗ്രസിന് 20 സീറ്റ് കിട്ടി 77 ഇലക്ഷനിൽ. അതിനുശേഷം ഒരിക്കലും 15 താഴെ പോയിട്ടില്ല. ഒരു ഒറ്റവട്ടം മാത്രമാണ്, എൻ്റെ ഓർമ്മ കൃത്യമായിട്ട് വർഷം ഓർമ്മയില്ല, 1998 തോന്നുന്നു. ആ വർഷം മാത്രമാണ് കോൺഗ്രസ് പിന്നാക്കം പോയത്. അല്ലാത്ത എല്ലാ വർഷവും കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. അത് കോൺഗ്രസിന് അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ലോക്കൽ ബോഡിയിൽ അങ്ങനെയല്ല. ലോക്കൽ ബോഡിയിൽ ഇപ്രാവശ്യം കോൺഗ്രസിന് കിട്ടി, അതൊരു വസ്തുതയാണ്. അസംബ്ലിയിൽ കിട്ടാൻ കോൺഗ്രസിന്റെ പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ തമ്മിലടി ചെറുതല്ല. പക്ഷെ ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിയിൽ ആ തമ്മിലടി ഉണ്ട് എന്ന് തോന്നുന്നില്ല. അത് രൂക്ഷമായിട്ടുള്ള തമ്മിലടിയല്ലേ? ഇപ്പൊ കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിട്ട് മത്സരിക്കാൻ ആരൊക്കെയുണ്ട്? KC വേണുഗോപാലുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായ ഒരു പദ്ധതി അല്ലെങ്കിൽ കൃത്യമായ അതിനൊരു പരിഹാരമായി ഹൈക്കമാൻഡ് പറഞ്ഞത് കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ മത്സരിക്കാമെന്നുള്ളത്. ഇല്ലാതെ മത്സരിച്ചിട്ട് KC വേണുഗോപാലിനാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ കേന്ദ്രം എന്ന് പറയുന്നതായിട്ട് ഹൈക്കമാൻഡ് എന്ന് ഇപ്പൊ പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ആരുവരെ നിർദ്ദേശിക്കുക? അവിടെ VD സതീശന്റെ പേര് പറയില്ല.
രമേശ് ചെന്നിത്തലയുടെ പേര് പറയില്ല, ശശി തരൂരിന്റെ പേര് പറയില്ല, കെ സുധാകരന്റെ പേര് പറയില്ല. ഒറ്റ പേര് പറയുള്ളൂ, കെ സി വേണുഗോപാൽ. ഇത് മാത്രം പറയുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് കഴിഞ്ഞ യോഗത്തിൽ അവർ തീരുമാനം പോലെ പറഞ്ഞല്ലോ, നേതൃത്വം അദ്ദേഹത്തിന്റെ കയ്യിലാണ്, കെ സി വേണുഗോപാലിന്റെ കയ്യിലാണ്. ഈ പറയുന്നതിന് കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിൽ ജനാധിപത്യത്തെ കാക്ഷിക്കുന്ന ആളുകളും ഇത് അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അത് അംഗീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിശ്ചിത ശതമാനം വോട്ടുണ്ട്, BJPക്ക് ഒരു നിശ്ചിത ശതമാനം വോട്ടുണ്ട്, കോൺഗ്രസിന്റെ വോട്ടിലാണ് ഫ്ലക്ച്വേഷൻ വരിക. ഈ ഫ്ലക്ച്വേഷൻ വന്നാൽ സാധ്യത കൂടുതൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും സാധ്യത കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു വന്നിരിക്കുന്നതല്ല, വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥതയാണ്. കോൺഗ്രസിന്റെ. പക്ഷേ കൃത്യമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ പറയുന്നത് പോലെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ പിഴവുകൾ സംഭവിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഭരണപക്ഷത്തുണ്ടായിരുന്ന പോരായ്മകളൊന്നും ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത്. ഞാൻ കുറച്ച് സമയം മുൻപ്, സാർ വരുന്നതിന് കുറച്ച് മുൻപ് മറ്റൊരു കോൺഗ്രസ് നേതാവുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സമയത്ത് ഒരുപാട് തെറ്റുകൾ, കോൺഗ്രസ് പാർട്ടി തെറ്റുപറ്റുന്ന പാർട്ടിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല, പല കാര്യങ്ങളും CPM-ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാതെ പോയിരുന്നു. ഈ പറഞ്ഞ 2021 മുൻപ് കോവിഡിന്റെ സമയമാണ് ജനങ്ങളെല്ലാം കാണുന്നത് CPM-ന്റെ പ്രവർത്തനങ്ങൾ, അതായത് ഭരണപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് ജനങ്ങൾ കാണുന്നത്, പ്രതിപക്ഷത്തിൻ്റെതായിട്ടുള്ള ഒന്നും കാണിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു ഗുണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെൻഡ് CPM-ന് അനുകൂലമായി മാറിയത്. പക്ഷേ ഇത്തവണ അതല്ല സ്ഥിതി. കൃത്യമായി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പണി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, യഥാർത്ഥമായിട്ട് ജനങ്ങളെ ഇപ്പോ ഈ കേരള സർക്കാരിന് എതിരാണ് ജനങ്ങൾ. അതെ, തീർച്ചയായിട്ടും. എനിക്ക് യാതൊരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ എതിരായിട്ട് വരുന്ന സമയത്ത് പോലും അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻഗേജ് ചെയ്യാൻ, എന്ത് വാക്കുവേണമെങ്കിലും ഉപയോഗിച്ചോളൂ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. കോൺഗ്രസിന്റെ ദുർബലമായിട്ടുള്ള നേതൃത്വത്തിന് ഇത് സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൾക്കൂട്ടം ഉണ്ടാവും. ഇപ്പൊ ഞാൻ വേറൊന്ന് പറഞ്ഞ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. മാണി കേരള കോൺഗ്രസ്സുകാരെ UDF-ലേക്ക് ക്ഷണിച്ചു. ആരെ ക്ഷണിച്ചത്? ആരെ ക്ഷണിക്കേണ്ടിയിരുന്ന? ആരാ ക്ഷണിക്കേണ്ടിയിരുന്ന? മുഖ്യ പാർട്ടിയാണ് ക്ഷണിക്കേണ്ടത്. ഇവിടെ കോൺഗ്രസ് ആണ് ക്ഷണിച്ചത്? അല്ലല്ലോ. ആരെ ക്ഷണിച്ചത്? മുസ്ലിം ലീഗാണ്. ഇന്ന് മാത്രമല്ല, ചർച്ചയ്ക്ക് പോയത് ആരാ? കുഞ്ഞാലിക്കുട്ടിയാണ് ചർച്ചയ്ക്ക് പോയത്. എന്തായിരുന്നു കോൺഗ്രസ്സുകാരുടെ പരിപാടി? കോൺഗ്രസിന് റോളില്ല. അങ്ങനെ കോൺഗ്രസിന് യഥാസമയത്ത് കിട്ടേണ്ട റോളുകൾ എടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം വലിയ പരാജയമാണെന്നാണ്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ പറയുന്ന നേതൃത്വത്തിന്റെ ഒരു പിടിപ്പുകേട് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയാകാൻ എത്രയോ ആളുകൾ അതിനകത്തുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അത്രത്തോളം ആളുകൾ അവിടെ ഈ പറയുന്ന രാഷ്ട്രീയ പാഠവുമുള്ള അല്ലെങ്കിൽ അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള നേതാക്കന്മാർ കോൺഗ്രസിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദുർബലമായ ഒരു നേതൃത്വമാണ് കോൺഗ്രസിനുള്ളതെന്ന് പറയാൻ സാധിക്കുന്നത്? ഈ രണ്ടു തരത്തിലാണ് രാഷ്ട്രീയത്തിൽ. എപ്പോഴും 2-2 4 2-2 5 രാഷ്ട്രീയ തന്ത്രമുണ്ട്. ഈ തന്ത്രം ഒരു പരിധി വരെ അറിയാവുന്നതാണ് പിണറായി വിജയൻ. കോൺഗ്രസിൽ എനിക്ക് 2-2 4 3 പലരും. ഈ പറയുന്ന ഒരു രാഷ്ട്രീയം ഞാൻ കോൺഗ്രസിലുള്ള ആളുകളെ കുറച്ച് കാണിക്കുകയല്ല, മറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വ്യത്യസ്തമായിട്ട് മുഖങ്ങളെ സംബന്ധിക്കുന്ന പരിജ്ഞാനമില്ല. അതുകൊണ്ടാണ് അതിൽ കോൺഗ്രസിൽ പലരും പറയുന്നത് ഞങ്ങൾ നെഹ്റുവിൻ ഇടതുപക്ഷമാണ്. എന്ത് നെഹ്റുവിൻ ഇടതുപക്ഷം? ആദ്യമായിട്ട് ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പിരിച്ചുവിട്ട ആള് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. അയാൾക്ക് അദ്ദേഹത്തിന് എന്ത് ഇടതുപക്ഷം ഉണ്ടെന്ന് ഇവർ പറയുന്നത്? ആ തരത്തിൽപ്പെട്ട ഇടതുപക്ഷമാണെന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാത്രമല്ല ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും ഒരു പാനിക്കാണ് അവർ. ഇപ്പോൾ ഇയാൾ അടൂർ പ്രകാശ് പാനിക്കായി, ആന്റണി പാനിക്കാവുന്നു. കാരണം ഇവരൊക്കെ പല പല കേസുകളും പെടുന്നു. പ്രസിഡന്റ് ഒരു കാര്യം പറയുന്നു, ഇവിടെ ബേപ്പൂർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് പറയുന്ന ആളല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. ഈ തരം ഇപ്പം തന്നെ പടലപ്പിണക്കങ്ങൾ പരിധി വിട്ടു വരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അപകടം. അത് പലപ്പോഴും അപകടം പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിക്കുന്ന രീതിയിലാണ്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിട്ടല്ല, മറിച്ച് പിന്തുണയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വീണ്ടും അധികാരത്തിലെത്തിക്കുന്നത് പിടിപ്പുകേടുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് കോൺഗ്രസിലെ പല പ്രവർത്തകരും വക്താക്കളും പറയുന്നത്. പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, അവർക്ക് വിജയിക്കാനുള്ളതെല്ലാം CPM ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അതൊക്കെ വളരെ വസ്തുതയാണ്, അത് വളരെ സത്യമാണത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അത് ഉൾക്കൊള്ളാനുള്ള കരുത്ത് അവർക്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഉൾക്കൊള്ളാനുള്ള കരുത്ത് അവർക്കില്ല എന്നുണ്ടെങ്കിൽ ആ നിമിഷം ഇത്
അടിപടലം തകരുന്നുള്ള ഒരു സംശയമില്ല. ഇതിപ്പോ പറയാൻ കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിജയം അവർക്ക് നേടിയ സമയത്ത് ഞാൻ ഇതുപോലെ ഒന്നിലധികം കോൺഗ്രസ് നേതാക്കന്മാരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞൊരു കാര്യം, കോമൺ ആയി അവർ പറഞ്ഞത്, അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വിജയം തദ്ദേശത്തിൽ അവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് അവർ പണിയെടുത്തത് വെറും 1 മാസം കൊണ്ടോ 1.5 മാസം കൊണ്ടോ അവരെടുത്ത പണിക്കുള്ള റിസൾട്ട് ആയിരുന്നില്ല അവർക്ക് ആ തദ്ദേശത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ആന്റി ഇൻകമൻസി, അതായത് കൃത്യമായി ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതായിരുന്നു തദ്ദേശത്തിലെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. CPM തിരുത്തപ്പെട്ടിട്ടില്ല, CPM പഠിച്ചിട്ടില്ല എന്തുകൊണ്ട് ഇപ്പോഴും ആ ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കോൺഗ്രസിന് നേട്ടം കൊയ്യുമല്ലോ. അല്ല, CPM ഒരിക്കലും പഠിക്കാൻ സാധ്യമല്ല. ഈ പഠിക്കാവുന്ന ഒരു പഠനശേഷിയുള്ള ആളുകൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. യഥാർത്ഥമായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് വരേണ്ടതാണ്. ഇത് പ്രതികൂലമായിട്ട് വരുന്ന മുഖ്യ ഘടകം ഞാൻ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞു. കൊച്ചിൻ കോർപ്പറേഷനിൽ മേയറെ തെരഞ്ഞെടുത്തു. മേയർ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ KPCC ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത്? ഞാനാണ് മേയർ ആവേണ്ടിയിരുന്നത്, പക്ഷേ ലത്തീൻ കത്തോലിക്ക സഭയുടെ വെട്ടേൻ്റെ പേരിലാണ് ഇപ്പോഴത്തെ ആൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വത്തിന് മേയറെ തീരുമാനിക്കുന്ന കാര്യത്തിൽ പോലും ഒരു പങ്കുമില്ല. അങ്ങനെയാണെങ്കിൽ അത് BJPയിലും ഇതേ പ്രശ്നം നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടിരുന്നില്ലേ? ആർ ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള രീതിയിൽ, അതായത് ആർ ശ്രീലേഖയ്ക്ക് പൂർണ്ണ അധികാരം കൊടുക്കുന്ന രീതിയിലായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ അവരുടെ കയ്യിൽ മത്സരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ മേയറാക്കി മാറ്റിയത് VV രാജേഷിനെ. അതിന്റെ അതൃപ്തി കൃത്യമായി ഈ പറയുന്ന ശ്രീലേഖ IPS പുറത്ത് കാണിക്കുകയും ചെയ്തു. അല്ല, അതിനകത്ത് അവിടെ ഒരു സംശയം ആരെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. രാഷ്ട്രീയ പാരമ്പര്യം VV രാജേഷിനാണ്. അതെ, രാജേഷിനാണ്. ഈ രാഷ്ട്രീയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ ഭരണരംഗത്തേക്ക് വരുമ്പോണ്ടാകുന്ന വലിയ മാറ്റം എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് 45 ദിവസം കൊണ്ട് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. മിടുക്കനായിട്ടുള്ള ഭരണാധികാരി എന്ന് മേയറെന്ന് രാജേഷ് 45 ദിവസം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. ഇവര് ശ്രീലേഖ IPSനെ ചെറുതാക്കി പറയല്ല. ശ്രീലേഖ IPS എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ അവരെക്കാൾ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുന്നത് പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വത്തിനാണ്. ആ രാഷ്ട്രീയ നേതൃത്വം അവർ അതിലേക്ക് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ കോൺഗ്രസിനും ചെയ്യാമായിരുന്നു. ഇപ്പൊ മിനിമോളുടെ പാരമ്പര്യം കുറവൊന്നുമല്ലല്ലോ. ദീപ്തി മേരി വർഗീസിന് അതേ പാരമ്പര്യം തന്നെ ഉണ്ട്. പക്ഷെ അങ്ങനെ പാരമ്പര്യം ഉണ്ടെങ്കിൽ തന്നെ സഭ തീരുമാനിക്കുന്നു, ലത്തീൻ കത്തോലിക്ക സഭ തീരുമാനിക്കുന്നു. അവിടെ മറ്റേ NSSന്റെ തിട്ടൂരം വരുന്നു, താക്കോൽ ദ്വാരത്തിൽ ഞങ്ങളുടെ ആളെ തന്നെ പ്രതിഷ്ഠിക്കണം. അതുപോലെ തന്നെ ഇവിടുന്ന് പാണക്കാട് നിങ്ങൾ പറയുന്നു ഇന്നാളൊക്കെയാണ് അധികാരത്തിൽ വരേണ്ടത്. അടുത്ത കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഷാഫി പറമ്പിലാവണമെന്ന് ആവശ്യപ്പെടുന്ന ആള് പാണക്കാട് തങ്ങളാണ്. ലീഗാണ് തീരുമാനിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ആര് തീരുമാനിച്ചാലും ഒരിക്കലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കില്ല. കോൺഗ്രസ് അങ്ങനെ പെടുന്നുണ്ടോ എന്നുള്ള വിവരം ഒരു ബലമായ സംശയം കേരളത്തിൽ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ആ ജനങ്ങളുടെ മനസ്സിൽ ഇത് രൂക്ഷമായിട്ട് വന്നാൽ സ്വാഭാവികമായിട്ട് ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മേലെ കോൺഗ്രസ് വിരുദ്ധ വികാരം കൂടിയായിട്ട് വന്നാൽ അത്ഭുതപ്പെടാനില്ല. കോൺഗ്രസ് വിരുദ്ധ വികാരം വരാൻ സാധ്യതയുണ്ട്. വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല.